Mirina Joby. Again, welcome back to Soren Spices. Soren Spices പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിഡിലും പോർക്ക് ഫ്രൈഡ് റെസിപ്പിയാണ്. ഇത് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് വരട്ടി അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ക്ഷമയോടുകൂടെ ചെയ്തെടുക്കണം. നമ്മൾ സമയം എടുത്ത് ചെയ്യുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും, നല്ല ഫ്രൈ ആയിട്ട് വരും. പിന്നെ നമ്മൾ ഇരിക്കുന്തോറും കുറച്ച് കറുത്ത കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ റെഡിയാക്കി എടുക്കുക അത്. അപ്പോൾ നമുക്ക് പോർക്ക് ഫ്രൈ റെഡിയാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 750 ഗ്രാം പോർക്ക് കഴുകി വൃത്തിയായി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 മീഡിയം സൈസ് സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് വേണം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. 1 ടീസ്പൂൺ ഗരം മസാല വേണം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം. പിന്നെ ഞാനൊരു ചെറിയ തേങ്ങയുടെ പകുതി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് വേണം. പിന്നെ ഞാനൊരു 3 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പോർക്ക് ഫ്രൈ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പോർക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ ഇറച്ചിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാലൻസ് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ച സവോളയിൽ ഒരു 1/4 ഭാഗത്തേക്ക് കൂടുതൽ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതിൽ ഒരു പകുതിയോളം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു പകുതി കുരുമുളക് ചതച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി പച്ചമുളക് കീറിയതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇറച്ചിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുക്കായി വെന്തുടഞ്ഞ് പോകരുത്. അത്യാവശ്യം ഒരു പകുതി കൂടുതൽ വേവാൻ പാടുള്ളൂ. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് പാനിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാനിലിടുമ്പോൾ വീണ്ടും വരട്ടിയെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞു പോവും, നല്ല ഫ്രൈ ആയിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പകുതി കൂടുതൽ ഒരു 3/4 വേവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം. അപ്പോൾ ഇറച്ചിയുടെ വേവ് അനുസരിച്ച് എല്ലാവരും ഒരു 3/4 വേവോളം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ പോർക്ക് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർക്കാതെയാണ് പോർക്ക് വേവിച്ചത് കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ചേർത്തില്ലെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരല്പം വെള്ളം ഉണ്ട്. നിങ്ങൾ പോർക്ക് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം വരാണെങ്കിൽ ആ വെള്ളം മൊത്തത്തെപ്പാടെ കറിയിലോട്ട് ചേർക്കരുത്. നമ്മളിത് വരട്ടിയാണ് നന്നായിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് അധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഒരല്പം വെള്ളമേ ഉള്ളൂ. ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും മസാലകളെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു വെള്ളമാണ്. അപ്പോൾ ഇത് കളയാതെ കറിയിലോട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറച്ചി കുറച്ച് മാറ്റിയിട്ട് കുറച്ച് വെള്ളം മാത്രം ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് ഫുൾ ചേർത്തിട്ടാണ് കറി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് പോർക്ക് ഫ്രൈ ആക്കി റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ പോർക്ക് ഫ്രൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ തേങ്ങാക്കൊത്ത് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നോളും. അപ്പോൾ നമുക്കിത് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇറച്ചി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ സവോളയ്ക്ക് മാത്രമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ബാലൻസ് ഉള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാൻ വഴറ്റി കൊടുത്തു. സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാലൻസ് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, ഒരു സവാള ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ. അപ്പം നമ്മൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. സവാള ഒരു ബ്രൗൺ കളറായി വന്നു. നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെയും കളറ് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മൂത്ത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്ന മഞ്ഞൾപ്പൊടി, പിന്നെ എടുത്തു വെച്ച മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാല. അപ്പം ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. എന്നിട്ട് പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളിലൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ട് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് നമ്മുടെ മസാലയിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ പാടെ എല്ലാം കൂടി ഒഴിക്കരുത്, കുറച്ച് വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കണം. വരട്ടിയെടുത്ത് വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം. ഇതിനകത്തോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വരട്ടി ഒരു വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ നേരം കൂടി വരട്ടി കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. അത്യാവശ്യം ചെറിയ കറുത്ത കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി കറുത്ത കളർ വേണമെങ്കിൽ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെ അളവ് കുറച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ എത്രത്തോളം വരട്ടണോ അത്രത്തോളം നല്ല ഫ്രൈ ആയിട്ട് വരും. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വരട്ടി എടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് നല്ല കറുത്ത കളറായി വരും. അതേപോലെ തന്നെ നല്ല ഫ്രൈ ആയിട്ട് ടേസ്റ്റ് നന്നായിട്ട് കൂടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയോടെ അടിയിലൊന്നും പിടിക്കാതെ റെഡിയാക്കി എടുക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കറി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.